Hello dear students, welcome back to ISK Essay English. Dear students, നമ്മൾ ഇന്ന് എടുക്കുന്നത് യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഇഗ്നോ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമിസ്റ്റർ BA ഇംഗ്ലീഷിന് വരുന്ന കോർ പേപ്പറാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ബ്ലോക്ക് ഹോമർ ദ ഇലിയഡ് എന്നുള്ളതാണ് ഫസ്റ്റ് ബ്ലോക്ക്. നമ്മൾ ഇന്ന് എടുക്കുന്നത് സെക്കൻഡ് യൂണിറ്റ് ആണ്. ദ ഹോമറിക് ഹീറോ എന്നുള്ളതാണ് സെക്കൻഡ് യൂണിറ്റ്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. ദ ഇലിയഡ് വാർ സ്റ്റാർട്ടഡ് പ്രൈമറിലി ബിക്കോസ് ഓഫ് ദ അബ്ഡക്ഷൻ ഓഫ് ക്യൂൻ ഹെലൻ. അതായത് ഇലിയഡ് വാർ തുടങ്ങാനുള്ള കാരണം എന്താണ്? യുദ്ധത്തിൻ്റെ കാരണം. അപ്പോൾ യുദ്ധത്തിൻ്റെ കാരണമായിട്ട് പറയുന്നത് ക്യൂൻ ഹെലനെ തട്ടിക്കൊണ്ടുപോയതാണ് ഇതിൻ്റെ കാരണം പറയുന്നത്. അബ്ഡക്ഷൻ ഓഫ് ക്യൂൻ ഹെലൻ. ആരാണ് ക്യൂൻ ഹെലൻ? The beautiful wife of the Greek king Menelaus of Sparta by the Trojan prince Paris. അതായത് മെനലോസ് ഓഫ് സ്പാർട്ടയിലെ രാജാവായിട്ടുള്ള ഗ്രീക്ക് കിങ് ആയിട്ടുള്ള മെനലോസിന്റെ വൈഫാണ് ഹെലൻ. ഹെലനെ ട്രോജൻ പ്രിൻസ് ആയിട്ടുള്ള പാരീസ് തട്ടിക്കൊണ്ടുപോയി. അബ്ഡക്ഷൻ ഓഫ് ഹെലൻ. അപ്പൊ ഹെലനെ തട്ടിക്കൊണ്ടുപോയതാണ്. ഹെലൻ എന്ന് പറയുന്നത് ഗ്രീക്ക് കിങ് ആയിട്ടുള്ള മെനലോസിന്റെ വൈഫാണ്, മെനലോസ് ഓഫ് സ്പാർട്ട. അപ്പൊ അവരെ തട്ടിക്കൊണ്ടുപോയത് ബൈ ദ ട്രോജൻ പ്രിൻസ് പാരീസ്. ട്രോജൻ പ്രിൻസ് ആയിട്ടുള്ള പാരീസ് ആണ് അവരെ തട്ടിക്കൊണ്ടുപോയത്. കിങ് മെലനോസ് വാസ് ദ ബ്രദർ ഓഫ് കിങ് അഗമെമ്നോൻ, കിങ് ഓഫ് മീസിനി. മീസിനിയുടെ രാജാവായിട്ടുള്ള അഗമെമ്നോൻ, ഈ രാജാവിന്റെ ഇദ്ദേഹത്തിന്റെ സഹോദരനാണ് കിങ് മെലിനോസ്. അപ്പൊ അഗമെമ്നോൻ എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹം മീസിനിലെ രാജാവാണ്. അദ്ദേഹത്തിന്റെ ബ്രദറാണ് കിങ് മെലനോസ്. The poem depicts only the last 40 days of the war and bypasses the main reason or main cause of the conflict between Trojans and the Greeks. അതായത് ഈ കവിതയിൽ, ഹോമറിന്റെ ഇലിയഡ് എന്ന് പറയുന്ന ഈ കവിതയിൽ ഈ യുദ്ധത്തിന്റെ പ്രധാന കാരണം പറയുന്നില്ല. അതുപോലെ തന്നെ it also leaves out the final outcome of the war. അതുപോലെ തന്നെ ഈ യുദ്ധത്തിന്റെ ഫൈനൽ ഔട്ട്കം, അതായത് യുദ്ധത്തിൽ ആരാണ് ജയിച്ചത്, അതും ഇവിടെ പറയുന്നില്ല. കാരണം ഇവിടെ ഈ പുസ്തകത്തിൽ മെൻഷൻ ചെയ്യുന്നത് യുദ്ധത്തിന്റെ അവസാന ഘട്ടമായിട്ടുള്ള ഓൺലി ലാസ്റ്റ് 40 days ഓഫ് ദ വാർ, അതായത് അവസാനത്തെ 40 ദിവസം മാത്രമാണ് ഇവിടെ ഡെപിക്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് യുദ്ധമെന്നോ അല്ലെങ്കിൽ യുദ്ധത്തിൽ ആരാണ് വിജയിച്ചത്, അതായത് ട്രോജൻസ് ആണോ അതല്ല ഗ്രീക്കുകാരാണോ ജയിച്ചത് എന്ന് പറയുന്നില്ല. എന്നാൽ ആക്ച്വലി ദ ട്രോജൻ റൂട്ട് ബൈ ഗ്രീക്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഫേമസ് വുഡൻ ഹോഴ്സ്. എന്നാൽ ഇതിൽ ജയിക്കുന്നത് ഗ്രീക്കുകാരാണ് ജയിക്കുന്നത്. ഗ്രീക്കുകാരെ ട്രോജൻസിനെ പരാജയപ്പെടുത്തി. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള വുഡൻ ഹോഴ്സ്, മരക്കുതിര, ഈ വുഡൻ ഹോഴ്സിന്റെ സഹായത്തോടു കൂടി ഗ്രീക്കുകാര് ട്രോജൻസിനെ പരാജയപ്പെടുത്തി. The Iliad in 24 books focuses on the Greek hero Achilles, who was responsible for the death of Hector, his Trojan counterpart, and the root of Trojan army. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 24 പുസ്തകങ്ങൾ വരുന്ന ഇലിയഡ് ഫോക്കസ് ചെയ്യുന്നത് ഗ്രീക്ക് ഹീറോ അക്വിലസ് ആണ്. അതായത് ഹോമറിന്റെ ഹീറോ ആയിട്ട് വരുന്നത് ഈ പുസ്തകത്തില് അല്ലെങ്കിൽ ഈ പോയത്തില് ഹീറോ ആയിട്ട് വരുന്നത് അക്വിലസ് ആണ്. എങ്ങനെയാണ് അദ്ദേഹം ഹീറോ ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഹു വാസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡെത്ത് ഓഫ് ഹെക്ടർ. ഹെക്ടറിന്റെ മരണത്തിന് ഉത്തരവാദി ഇദ്ദേഹമാണ് ഹെക്ടറെ കൊല്ലുന്നത്. ഹിസ് ട്രോജൻ കൗണ്ടർ പാർട്ട് ആൻഡ് ദി റൂട്ട് ഓഫ് ട്രോജൻ ആർമി. അതായത് ഈ യുദ്ധത്തില് അക്വിലസിന്റെ എതിരാളിയായിട്ട് ഈ വാറിൽ വരുന്നത്, ട്രോജന്റെ ഭാഗത്ത് നിന്നോ അക്വിലസിന്റെ എതിരാളിയായിട്ട് വരുന്നത് ഹെക്ടർ ആണ്. ആ ഹെക്ടറിനെ കൊല ചെയ്യുന്നതിലൂടെ
ഹെക്ടറിന്റെ കൊലപാതകത്തിലൂടെയാണ് അക്വിലസ് ഈ ഒരു യുദ്ധത്തിലെ ഹീറോ ആയിട്ട് മാറുന്നത്. എന്നാൽ Achilles had initially withdrawn from the fight in anger against his chief Agamemnon's decision to claim Briseis, the slave woman whom he had won at his war prize. എന്നാൽ യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അക്വിലസ് വിസമ്മതിക്കുകയാണ്. അതായത് യുദ്ധത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം പങ്കെടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ലീഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ചീഫ് ആയിട്ടുള്ള അഗമെമ്നോൻ, അദ്ദേഹത്തിന്റെ ലീഡറാണ്. ഈ അഗമെമ്നോന്റെ തീരുമാനവുമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യവുമായിട്ട് അക്വിലസിന് യോജിക്കാൻ പറ്റുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അഗമെമ്നോൻ ഡിസിഷൻ ടു ക്ലൈം ബ്രൈസീസ്, ഈ ബ്രൈസീസ് എന്ന് പറയുന്ന ആരാണ് ബ്രൈസീസ്? ദ സ്ലാവ് വുമൺ. മാത്രമല്ല whom he had won as his war prize. അതായത് തനിക്ക് യുദ്ധസമ്മാനമായിട്ട് അക്വിലസിന് യുദ്ധസമ്മാനമായി ലഭിച്ച ഒരു അടിമ സ്ത്രീയാണ് ആര്? ബ്രൈസീസ്. ഈ സ്ത്രീയെ തനിക്ക് വേണം ക്ലെയിം ചെയ്യാൻ ആര്? ലീഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ ചീഫ് ആയിട്ടുള്ള തലവനായിട്ടുള്ള അഗമെമ്നോൻ. അദ്ദേഹത്തിന്റെ ഈ തീരുമാനം ഒട്ടും അക്വിലസിന് ഇഷ്ടമാവുന്നില്ല. കാരണം അദ്ദേഹത്തിന് സമ്മാനമായി ലഭിച്ചതാണ്, ആ തനിക്ക് ലഭിച്ചതാണ് ആര് ക്ലെയിം ചെയ്യുന്ന അവകാശപ്പെടുന്നത്? ചീഫ് ആയിട്ടുള്ള അഗമെമ്നോൻ. ഇതുമായിട്ട് ഒരിക്കലും യോജിക്കാൻ അക്വിലസിന് കഴിയുന്നില്ല. While Agamemnon is the leader of Greek forces, he depends on the heroic valor of Achilles to win battle for him. എന്നാൽ ഗ്രീക്കുകാരുടെ സൈന്യത്തിന്റെ തലവനായിട്ടുള്ള ലീഡർ ആയിട്ടുള്ള അഗമെമ്നോനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ബ്രേവ് ആയിട്ടുള്ള ഏറ്റവും ധീരനായിട്ടുള്ള യോദ്ധാവായിട്ടുള്ള അക്വിലസിന്റെ സേവനം ആവശ്യമാണ്. കാരണം ഗ്രീക്ക് പടയുടെ വിജയം എന്ന് പറയുന്നത് അക്വിലസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അഗമെമ്നോനെ സംബന്ധിച്ചിടത്തോളം അക്വിലസിന്റെ സേവനം അയാൾക്ക് അത്യാവശ്യമാണ്. Hence, when Achilles is denied his prey slave, he is upset and refuses to fight on Agamemnon's side. തനിക്ക് ലഭിച്ചിട്ടുള്ള ആ യുദ്ധസമ്മാനം നിഷേധിച്ചതിൽ അക്വിലസ് വളരെ അപ്സെറ്റ് ആണ്. മാത്രമല്ല അഗമെമ്നോന്റെ പക്ഷത്ത് നിന്നിട്ട് യുദ്ധം ചെയ്യാൻ അയാൾ സമ്മതിക്കുന്നില്ല. അക്വിലസ് പറയുന്നത് താൻ എന്തു ചെയ്യില്ല, അഗമെമ്നോന്റെ സൈഡിൽ നിന്നിട്ട് പക്ഷത്ത് നിന്നിട്ട് ഗ്രീക്ക് സൈന്യത്തിനു വേണ്ടി താൻ യുദ്ധം ചെയ്യില്ല. The essential conflict at the beginning of Iliad is the clash of two strong egos. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇലിയഡ് എന്ന് പറയുന്ന പോയം, ഇലിയഡ് എന്ന് പറയുന്ന പോയം, ആ പോയത്തിന്റെ തുടക്കത്തിൽ വരുന്ന ഫൈറ്റ്, തുടക്കത്തിൽ വരുന്ന ക്ലാഷ് എന്ന് പറയുന്നത് രണ്ട് ഈഗോസ് തമ്മിലാണ്. ആരൊക്കെയാണ് ആ രണ്ട് ഈഗോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആരൊക്കെയാണ് രണ്ട് ഈഗോസ്. അഗമെമ്നോൻ അതുപോലെ തന്നെ അക്വിലസ്. അഗമെമ്നോനും അതുപോലെ തന്നെ അക്വിലസും തമ്മിലുള്ള ഫൈറ്റ് ആണ് നടക്കുന്നത്. ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് that of the leader Agamemnon and Achilles. അതായത് സൈന്യത്തിന്റെ ലീഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രീക്കുകാരുടെ ലീഡർ ആയിട്ടുള്ള അഗമെമ്നോനും അതുപോലെ തന്നെ അക്വിലസും, വളരെ ധീര യോദ്ധാവായിട്ടുള്ള അക്വിലസും തമ്മിലാണ് എലിയോഡിന്റെ തുടക്കത്തിലെ ഫൈറ്റ്. Agamemnon believes in his hierarchical position as leader and therefore feels justified in claiming the war booty from Achilles, the greatest Greek warrior, though he is subordinate soldier. അതായത് സ്ഥാനം കൊണ്ട്, ഹൈറാർക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാനം കൊണ്ട് താൻ എന്താണ്, അക്വിലസിന് മുകളിലാണ്. കാരണം താനൊരു സബോർഡിനേറ്റ് ഓഫീസർ, സബോർഡിനേറ്റ് സോൾജർ ആണെങ്കിലും
അതായത് യുദ്ധക്കളത്തിൽ ധൈര്യം കൊണ്ട് ധീരത കൊണ്ട് അക്വിലസിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലെങ്കിലും പദവി കൊണ്ട് താൻ ചീഫാണ്. ആ നിലയ്ക്ക് താൻ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു യുദ്ധത്തിൽ അക്വിലസിന് സമ്മാനമായി ലഭിച്ച ആ ഒരു അടിമ സ്ത്രീ, അതായത് ആ ഒരു അടിമ സ്ത്രീയെ താൻ ക്ലെയിം ചെയ്യുന്നതിൽ തെറ്റില്ല എന്നൊരു അഭിപ്രായമാണ് അഗമെമ്നോനുള്ളത്. അതായത് അഗമെമ്നോൻ believes in his hierarchical position as leader and therefore feels justified in claiming the war booty from Achilles, the greatest Greek warrior, though he is a subordinate officer, subordinate soldier. ഇയാളൊരു സബോർഡിനേറ്റ് സോൾജർ ആണെങ്കിലും ഹൈറാർക്കിയലി താൻ എന്താണ്, അക്വിലസിനേക്കാൾ മുകളിലാണ്. കാരണം താൻ ഒരു ലീഡറാണ്, ഗ്രീക്ക് സൈന്യത്തിന്റെ ലീഡറാണ്. അതുകൊണ്ട് താൻ ക്ലെയിം ചെയ്യുന്നത് ന്യായീകരിക്കാം എന്നൊരു അഭിപ്രായം അഗമെമ്നോന് ഉണ്ട്. അക്വിലസ് ഫീൽസ് ഇൻസൾട്ടഡ് ആൻഡ് ഹ്യൂമിലിയേറ്റ്. എന്നാൽ ഇതേ സമയം തന്നെ അക്വിലസിന് വളരെയധികം തന്നെ നിന്ദിക്കുന്നതായിട്ട് അല്ലെങ്കിൽ തന്നെ പുച്ഛിക്കുന്ന രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. ആസ് ഹി ഈസ് ഫോർ ടു കോൺഷ്യസ് ഓഫ് ഹിസ് വർത്ത്, ഹിസ് സെൻസ് ഓഫ് പേഴ്സണൽ ഗ്ലോറി, പേഴ്സണൽ എക്സലൻസ്. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ വ്യക്തിപരമായിട്ടുള്ള മികവിനെ കുറിച്ചും അതുപോലെ തന്നെ തന്റെ ഗ്ലോറി, തനിക്കുള്ള പ്രശസ്തി, അതുപോലെ തന്നെ തനിക്കുള്ള പേരും മഹിമയും, ഇതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായ ധാരണ അക്വിലസിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് തന്നോട് ഈ കാണിക്കുന്നത് തീർത്തും തന്നെ അപമാനിക്കാണെന്നുള്ളൊരു തോന്നലാണ് അക്വിലസിനുണ്ടാവുന്നത്. മാത്രമല്ല, വാട്ട് ദ ഗ്രീക്സ് ഡിഫൈൻ ആസ് എലീറ്റ്, എലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികവ്. മികവ് എന്നുള്ളത് കൊണ്ട് ഗ്രീക്കുകാർ ഉദ്ദേശിക്കുന്നത് എന്താണോ ആ മികവ് തൻ്റെ അടുത്താണുള്ളത്, അല്ലെങ്കിൽ അതിന് കൃത്യമായ എക്സാമ്പിൾ താനാണെന്ന് കൃത്യമായ ബോധം അക്വിലസിനുണ്ട്. മാത്രമല്ല, ബോത്ത് ബിലീവ് ഇൻ ദെയർ ഓൺ സുപ്പീരിയോറിറ്റി. രണ്ടാളുകളും അഗമെമ്നോൻ അതുപോലെ തന്നെ അക്വിലസ്, രണ്ടുപേർക്കും അവരുടെ സുപ്പീരിയോറിറ്റി രണ്ടുപേരും സുപ്പീരിയർ ആണ്. രണ്ടുപേരും ഞങ്ങളാണ് മുകളിൽ നിൽക്കുന്നത്, അല്ലെ? ഓരോരുത്തരും വിചാരിക്കാൻ ഞാനാണ് സുപ്പീരിയർ, അയാളെക്കാൾ മുകളിൽ ഞാനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ രണ്ടുപേരും തയ്യാറല്ല. Their own subjective notion of the pursuit of excellence. മാത്രമല്ല, രണ്ടുപേർക്കും എന്താണ് മികവ്, മികവിൽ എങ്ങനെ എത്താം എന്നുള്ളതിനെ കുറിച്ച് രണ്ടുപേർക്കും വ്യക്തമായ ധാരണ ഉണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരിഞ്ച് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ensues the conflict between them. അങ്ങനെയാണ് അവർക്കിടയിലെ ഒരു കോൺഫ്ലിക്റ്റ്, സംഘർഷം തുടങ്ങുന്നത്. The poem relates the heroic fight of Achilles that roots the Trojans and kills Hector. ഇവിടെ ഈ കവിതയിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള അക്വിലസിന്റെ ഫൈറ്റ് കവിതയിൽ വിവരിക്കുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹം ഹെക്ടറിനെ കൊല്ലുകയും അതുപോലെ ട്രോജൻസിനെ പരാജയപ്പെടുത്തിയതും വളരെ ആവേശകരമായി തന്നെ ഇവരെ വിവരിക്കുന്നുണ്ട്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മളുടെ ജസ്റ്റ് രണ്ടാമത്തെ യൂണിറ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അതായത് ഈ ഒരു വാറിന്റെ കാരണം. അപ്പൊ നമുക്ക് അന്നത്തെ ക്ലാസ് നമ്മൾ തൽക്കാലം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. തീർച്ചയായിട്ടും ഞാൻ അതിന്റെ റിപ്ലൈ നൽകുന്നതാണ്. അതുപോലെ തന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മെയിൻ പേപ്പറായിട്ട് പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് സജസ്റ്റ് ചെയ്യാം. ഓക്കെ, ആദ്യമായിട്ട് കാണുന്ന ആളുകൾ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.